സീസൺ 3 ജൂനിയർ ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മത്സരാർത്ഥികൾക്ക് 3 വിഭാഗങ്ങളിലായി ഗാനങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നിരുന്നു. മെലഡി സോങ് റൗണ്ട്, ഫാസ്റ്റ് സോങ് റൗണ്ട്, മരിയൻ സോങ് റൗണ്ട്. അവർ കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയ ഗാനവും അവരുടെ പെർഫോമൻസും അതിന് വിധികർത്താക്കൾ നൽകിയ മാർക്കും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടി ചേർന്ന് കാണുവാനാണ് ഇനി നമ്മൾ പോകുന്നത്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ പ്രമുഖരും പ്രതിഭകളും വിൻസെൻഷ്യൽ കോൺഗ്രിഗേഷൻ മേരിമാത പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ അലക്സ് ചാലങ്ങാടി വിസിക്കും മറ്റു വൈദികരോടുമൊപ്പം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറും ധ്യാനഗുരുവുമായ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ വിസി ഈ റിയാലിറ്റി ഷോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വോയിസ് ഓഫ് ഗുഡ്നെസ് ജൂനിയർ സീസൺ 3 വലിയ സന്തോഷത്തോടെ ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവസ്തുതികളുടെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ഹൃദയങ്ങളിൽ പകർന്നു നൽകുന്ന ഒരു മനോഹര സന്ദേശം അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തു. അതായിരുന്നു ഈ സംഗീതയാത്രയുടെ ആരംഭത്തെ അനുഗ്രഹീതവും ദൈവാനുഭവം നിറഞ്ഞതുമാക്കിയത്. മലാഖമാരുടെ ഈ സംഗീതം ഇവിടെ ഈ മണ്ണിൽ നാം ആസ്വദിക്കുന്നത് നമ്മുടെ കുരുന്നുകളുടെ സംഗീതത്തിലൂടെയാണ്. ഒന്നാമത്തെ എപ്പിസോഡിൽ 2 മത്സരാർത്ഥികളായിരുന്നു. കണ്ണൂരിൽ നിന്നെത്തിയ 4ാം ക്ലാസ്സുകാരനായ ഏബൽ ജോൺ മെലഡി സോങ് റൗണ്ടിൽ ആ വിരൽ തുമ്പുന്നു തൊട്ടാൽ എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം ആലപിച്ച് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക ഇടം നേടാൻ ഏബൽ ജോണിന് കഴിഞ്ഞു. അലക്സച്ച, എന്റെ പാട്ട് ഒത്തിരി ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി. ഏബൽ ജോണിന്റെ ഈ ആദ്യത്തെ ഗാനത്തിന് നൽകിയിരിക്കുന്നത് 23 മാർക്സ് ആണ് 30-ല്. ആദ്യ എപ്പിസോഡിലെ 2ാമത്തെ ഗാനവുമായി വേദിയിലെത്തിയത് അങ്കമാലിയിലെ ഒലിവ് മൗണ്ടിൽ നിന്നും എത്തിയ 6ാം ക്ലാസ്സുകാരിയായ ക്രിസ്റ്റീന സുജോ ആയിരുന്നു. ഫാസ്റ്റ് സോങ് റൗണ്ടിൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കുമെന്ന ഗാനം ആലപിച്ച് പ്രേക്ഷകർക്ക് ഒരു പുതുപുത്തൻ സംഗീതാനുഭവം സമ്മാനിക്കാൻ കഴിഞ്ഞിരുന്നു. ക്രിസ്റ്റീനയും ഏബലും നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് നല്ല കളർഫുൾ ആക്കിയ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഏബലിന് ലഭിച്ച പോലെ തന്നെ മോൾക്കും സെയിം 23 മാർക്സ് ആണ് 30-ല് ലഭിച്ചിരിക്കുന്നത്. 2ാമത്തെ എപ്പിസോഡിൽ 3 മത്സരാർത്ഥികളായിരുന്നു. ആദ്യ ഗാനവുമായി വേദിയിലെത്തിയത് കോട്ടയം ജില്ലയിലെ വാകത്താനത്തിൽ നിന്നും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റൈന റോബി ആയിരുന്നു. മരിയൻ സോങ് റൗണ്ടിൽ മഞ്ഞുകാറ്റ് പോലെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച് പ്രേക്ഷകർക്ക് ഒരിക്കൽ പോലും മറക്കാനാകാത്ത ഒരു മഞ്ഞുകാറ്റിന്റെ അനുഭവം സമ്മാനിക്കാൻ റൈനയ്ക്കായി. വോയിസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്, നല്ലൊരു പഞ്ചുള്ള വോയിസ് ആണ്. മോൾക്ക് ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ആണ് 30-ല്. സന്തോഷായി, ശരിക്കും തുടർന്ന് വേദിയിലെത്തിയത് പാലക്കാട് ജില്ലയിലെ ഇരുമ്പകച്ചോല സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനായ ആഷിൻ തോമസ് ആണ്. ഫാസ്റ്റ് സോങ് റൗണ്ടിൽ യേശു എന്റെ കൂടെയുണ്ടെന്ന ഗാനം ആലപിച്ചു. ആത്മവിശ്വാസം നിറഞ്ഞ ആ ഗാനത്തിലൂടെ സ്വന്തം കഴിവ് തെളിയിക്കാനും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാനും ആഷിന് കഴിഞ്ഞു. അശ്വിൻ, എന്തോ യു ആർ എ സ്മാർട്ട് ബോയ്. അശ്വിന് ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 18 മാർക്സ് ആണ് 30-ല്. തുടർന്ന് വേദിയിലെത്തിയത് ആലുവ സ്വദേശിയായ 8ാം ക്ലാസ്സുകാരിയായ സേറ എലിസബത്ത് ആയിരുന്നു. മെലഡി സോങ് റൗണ്ടിൽ ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാം എന്നെ എന്ന് തുടങ്ങുന്ന ഗാനം പാടി ഭാവപൂർണമായ ഗാനശൈലിയിലും ഗാനത്തിന്റെ ആഴവും ചേർന്ന് ജഡ്ജസിന്റെയും പ്രേക്ഷകരുടെയും നിരവധി അഭിനന്ദനങ്ങൾ നേടാൻ സേറ എലിസബത്തിന് കഴിഞ്ഞു. നന്നായി പാടി. താങ്ക് യു. ഓക്കേ, അപ്പം 24 മാർക്സ് ആണ് 30-ല് ഈ ഒരു ഫസ്റ്റ് റൗണ്ടില് സേറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 3ാമത്തെ എപ്പിസോഡിൽ എത്തിയത് 4 മത്സരാർത്ഥികളായിരുന്നു. 3ാമത്തെ എപ്പിസോഡിൽ ആദ്യ ഗാനവുമായി വേദിയിലെത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ വിദൂര സ്വദേശിനിയായ 8ാം ക്ലാസ്സുകാരിയായ ഹന്ന ബിരാജ് ആയിരുന്നു. മെലഡി സോങ് റൗണ്ടിൽ നാഥാനിയൻ ജീവിതത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു. ആത്മവിശ്വാസം നിറഞ്ഞ ഗാനശൈലിയോടെ ഗാനത്തിന്റെ ഭംഗിയും ഭാവവും ശ്രദ്ധേയമായി അവതരിപ്പിക്കാൻ ഹന്നയ്ക്കായി. ജീവിതത്തിൽ വന്നു വസിച്ചിടുകിൽ
അവരെല്ലാവരും മെൻഷൻ ചെയ്ത പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. അപ്പം ഹന്നയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ഓൺ 30 ആണ്. തുടർന്ന് വേദിയിലെത്തിയത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ സ്വദേശിയായ 9ാം ക്ലാസ്സുകാരനായ നെവിൻ ചാക്കോമുണ്ടക്കിലായിരുന്നു. ഫാസ്റ്റ് സോങ് റൗണ്ടിൽ സ്വർഗം തുറന്നീശവും മണ്ണിൽ വന്ന സുദിനം എന്ന് തുടങ്ങുന്ന ഗാനം പാടി. ആവേശവും ആത്മാർത്ഥതയും നിറഞ്ഞ ആ അവതരണം ജഡ്ജസിനും പ്രേക്ഷകർക്കും വ്യത്യസ്തമായ ഒരു സംഗീതാനുഭവം സമ്മാനിക്കാൻ നെവിന് കഴിഞ്ഞു. മണ്ണിൽ വന്ന സുദിനം. നെവിൻ നന്നായി പാടി. താങ്ക് യു. 18 on 30. 18 മാർക്സ് ആണ് നെവിന് ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് വേദിയിലെത്തിയത് ഇടുക്കി ജില്ലയിലെ കുടയത്തൂരിൽ നിന്നും 10ാം ക്ലാസ്സുകാരിയായ അന്ന തെരേസ ആയിരുന്നു. മരിയൻ സോങ് റൗണ്ടിൽ യേശുവിനമ്മേ മാതാവേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു. ഗാനം കേട്ട എല്ലാവർക്കും മാതാവിന്റെ സ്നേഹവും കരുതലും ഹൃദയത്തിൽ അനുഭവപ്പെടുത്തുവാൻ അന്നയ്ക്ക് കഴിഞ്ഞു. യേശുവിനമ്മേ മാതാവേ അരുമസുരത്ത് ആലംബമേ. അന്ന തെരേസ എന്തോ മിടുക്കിയാണ്, നന്നായിട്ട് പാടി. ഫസ്റ്റ് റൗണ്ടിലെ ആദ്യത്തെ പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 30-ല് 21 മാർക്സ് ആണ്. ഹാപ്പിയാണോ? തുടർന്ന് വേദിയിലെത്തിയത് ആലപ്പുഴ ജില്ലയിലെ എടത്തുവ മരിയാപുരം സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി ജിയ തെരേസ സോണി ആയിരുന്നു. നാവിൽ ഓസ്തിയായി നീ അലിയുമ്പോൾ എന്ന് തുടങ്ങുന്ന ഭക്തി നിറഞ്ഞ ഒരു മനോഹര മെലഡി ഗാനമായിരുന്നു ജിയ തെരേസ സോണി ആലപിച്ചത്. പ്രേക്ഷകരുടെ മനസ്സിൽ ദൈവാനുഭവത്തിന്റെ ആഴമുള്ള സ്പർശം സമ്മാനിക്കാൻ ജിയ തെരേസയ്ക്ക് കഴിഞ്ഞു. ഓസ്തിയായി നീ അലിയുമ്പോൾ സ്നേഹം ത്യാഗമായി രുചിച്ചിടുമ്പോൾ. ജിയമോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. 24 മാർക്സ് ആണ് 30-ല് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല മാർക്കാണ് ജിയ. ഹാപ്പി? 4ാമത്തെ എപ്പിസോഡിൽ എത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. ആദ്യ ഗാനവുമായി എത്തിയത് പത്തനംതിട്ട ജില്ലയിലെ +2 വിദ്യാർത്ഥിനിയായ മെറിൻ റോയ് ആയിരുന്നു. ക്രൂശിയിലേക്ക് ഒന്ന് നോക്കണേ എന്ന് തുടങ്ങുന്ന ഭക്തിസാന്ദ്രമായ മെലഡി ഗാനം മനോഹരമായി ആലപിച്ച മെറിൻ തന്റെ ഗാനശൈലിയിലും ഭാവവുമൊക്കെയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. ഈ ഗാനത്തിന് ജഡ്ജസിൽ നിന്നും ഏറെ പ്രശംസകൾ നേടാനും മെറിന് കഴിഞ്ഞു. മെറിൻ നന്നായി പാടി, എക്സലന്റ് ആയിട്ട് പാടി. താങ്ക് യു. ഞങ്ങളിപ്പോ എവിടേക്കോ കൊണ്ടുപോയ പോലെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക്. 27 മാർക്സ് ഓൺ 30. സൂപ്പർ. ഒരുപാട് സന്തോഷായില്ലേ ഇപ്പോ? ഒരുപാട്. പിന്നീട് എത്തിയത് പാലക്കാട്ടുകാരനായ +1കാരൻ ഏരിയൽ ഷൈൻ ആയിരുന്നു. ഇസ്രായേലെ സ്തുതിച്ചിടുക രാജാതിരാജൻ എഴുന്നള്ളുന്നു എന്ന് തുടങ്ങുന്ന രാജാതിരാജനെ സ്തുതിച്ചുകൊണ്ടുള്ള ഫാസ്റ്റ് സോങ് ആലപിച്ചാണ് ഏരിയൽ ഷൈൻ തന്റെ മത്സരത്തിന് തുടക്കം കുറിച്ചത്. മോൻ സെലക്ട് ചെയ്ത സോങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഷൈന് ലഭിച്ചിരിക്കുന്നത് 19 മാർക്സ് ആണ് ഓൺ 30. ഓക്കെ. പിന്നീട് എത്തിയത് ഖത്തറിൽ സ്ഥിരതാമസമാക്കിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്ന ലോറൻസ് ആയിരുന്നു. അമ്മയ്ക്കൊരുമ്മ ഞാൻ തന്നിടട്ടെ എന്ന മരിയൻ സോങ് ഹൃദയസ്പർശിയായി ആലപിച്ചാണ് അന്ന വേദി കീഴടക്കിയത്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ വിന്നർ ആകുവാനുള്ള തന്റെ ദൃഢനിശ്ചയത്തിന്റെ തെളിവായിരുന്നു ഈ പ്രകടനം. അന്നക്കുട്ടി വളരെ ക്യൂട്ടായിട്ട് ഈ പാട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സർ. നല്ല രസമായിരുന്നു ഇവിടുന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പം 22.5 മാർക്സ് ആണ് ഇന്നത്തെ ഈ ഒരു റൗണ്ടില് ഫസ്റ്റ് റൗണ്ടില് മോൾക്ക് ലഭിച്ചിരിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 5ാമത്തെ എപ്പിസോഡിൽ ആദ്യം വേദിയിലെത്തിയത് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ സ്വദേശിനിയും 10ാം ക്ലാസ്സുകാരിയുമായ അൽഫോൺസ കെ ആന്റണി ആയിരുന്നു. മെലഡി സോങ് റൗണ്ടിൽ തിരുഹൃദയത്തിൻ മുൻപിൽ എന്ന ഗാനം ആലപിച്ച് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കുവാൻ അൽഫോൺസയ്ക്ക് കഴിഞ്ഞു. മോള് പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പാടാനായിട്ടാണ് വന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. അൽഫോൺസയ്ക്ക് 30-ല് ലഭിച്ചിരിക്കുന്നത് 21 മാർക്സ് ആണ്. ഹാപ്പിയാണോ? തുടർന്ന് വേദിയിലെത്തിയത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയും 10ാം ക്ലാസ്സുകാരനുമായ മിലൻ സിബി ആയിരുന്നു. അന്ത്യകാല അഭിഷേകം എന്ന ഉണർവേറിയ ഫാസ്റ്റ് സോങ് ആലപിച്ച് പരിശുദ്ധാത്മ അഭിഷേകം സംഗീതത്തിലൂടെ പകരാൻ മിലന് കഴിഞ്ഞു. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. എനിക്ക്
എനിക്കാണ് ഇത് മിലന്റെ വോയിസിന് ഇതിനേക്കാളും സ്കോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 22 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. 30-ൽ 22 മാർക്സ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് എത്തിയത് എറണാകുളം ജില്ലയിലെ കോതമംഗലം സ്വദേശിനി 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫ്രഷ്ന മരിയ ജൽ ആയിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ എന്ന മരിയൻ ഗാനം ആലപിച്ചു. ഫ്രഷ്നയുടെ വ്യത്യസ്തമായ ഈ ഗാനാലാപനത്തിൽ നിറഞ്ഞിരുന്ന ഭക്തി പ്രേക്ഷകർക്കും വലിയൊരു അനുഭവമായി. ഈ നിഷ്കളങ്കമായ പാട്ടിലൂടെ ജഡ്ജസിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ നേടാൻ ഫ്രഷ്നയ്ക്ക് കഴിഞ്ഞു. ഫ്രഷ്ന ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വളരെ ഫ്രഷ്നെസ് തന്നിരിക്കുകയാണ്. വൗ, 24 മാർക്സ്. 30-ൽ 24 മാർക്ക് ഫ്രഷ്നക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആറാമത്തെ എപ്പിസോഡിലെത്തിയത് 4 മത്സരാർത്ഥികളായിരുന്നു. 6ാം എപ്പിസോഡിന്റെ ആദ്യം പാടുവാനായി വേദിയിലെത്തിയത് തൃശൂർ ജില്ലയിലെ പെരിഞ്ചേരി സ്വദേശിനി 9ാം ക്ലാസ്സുകാരി KJ ആഗ്നസ് ആയിരുന്നു. സ്വന്തമായുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്ന് അവതരിപ്പിച്ച തൂമഞ്ഞൻ പുഞ്ചിരി തൂക്കി എന്ന ഗാനം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു മാധുര്യം നിറച്ചു. ഗാനത്തിന്റെ ഓരോ വരിയിലും ആഗ്നസിന്റെ ഈശോയോടുള്ള സ്നേഹവും സംഗീതത്തോടുള്ള ആത്മവിശ്വാസവും തെളിഞ്ഞു നിന്നു. ആഗ്നസിന്റെ ഈ മനോഹരമായ അവതരണം ഇനിയും തനിക്ക് അനവധി ഉയരങ്ങൾ കീഴടക്കണമെന്നുള്ള ഉറച്ച തെളിവായി മാറി. എന്തേനി ജീവിതത്തിലാവണമെന്ന് ആഗ്രഹം? നല്ല സിംഗർ ആവണമെന്നാണ് ആഗ്രഹം. വെരി ഗുഡ്. മൊത്തം മോൾക്ക് 24 മാർക്സ് ആണ് 30-ൽ കിട്ടിയിരിക്കുന്നത്. പിന്നീട് എത്തിയത് ആലപ്പുഴ ജില്ലയിലെ കൊമ്മാടി സ്വദേശിനിയായ 7ാം ക്ലാസ്സുകാരി ആൽഫിയ വിജസ് ആയിരുന്നു. മരിയൻ റൗണ്ടിലൂടെ റോസാപ്പൂവെ എന്ന ഗാനവുമായി വേദിയിലെത്തിയ ആൽഫിയ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ മാതാവിന്റെ സ്നേഹം പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ തൊട്ടറിയിക്കാനായി. ആ ഗാനം ഒരു ആത്മീയാനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ആൽഫിയ നന്നായി പാടി, നല്ല വോയിസ്. അച്ഛൻ പറഞ്ഞ പോലെ നല്ല വോയിസ്. ആൽഫി 22.5 മാർക്സ് ആണ് 30-ൽ കിട്ടിയിരിക്കുന്നത്. ഹാപ്പി? ഹാപ്പി. തുടർന്ന് വേദിയിലെത്തിയത് പാലാക്കാരനായ +1 വിദ്യാർത്ഥി സഞ്ജയ് വി ഐസൻ ആയിരുന്നു. എൻ മനോഫലകങ്ങളിൽ എന്ന ഫാസ്റ്റ് സോങ് റൗണ്ടിലെ ഗാനത്തിലൂടെ സഞ്ജയ് വി ഐസൻ പ്രേക്ഷകരെയും വിധികർത്താക്കളെയും ആസ്വാദനത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് നയിച്ചു. സഞ്ജയ് മോനെ, ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോങ് ആണ്. അപ്പം സഞ്ജയുടെ ഈ ഒരു ഗാനത്തിന് ലഭിച്ചിരിക്കുന്നത് 21 മാർക്സ് ആണ് 30-ൽ. പിന്നീട് വേദിയിലെത്തിയത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിനിയും 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ എവലറ്റ് സെലിൻ ബ്രൈൻ ആയിരുന്നു. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ എന്ന ഭക്തിസാന്ദ്രമായ മരിയൻ ഗാനമായിരുന്നു എവലറ്റ് ആലപിച്ചത്. മാതാവിന്റെ അഗാധമായ സ്നേഹവും കരുതലും പ്രേക്ഷക ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ എത്തിച്ചേരാൻ എവലറ്റിന് സാധിച്ചു. എവലറ്റ് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിംഗർ ആണ് എവലറ്റ്. അപ്പം 23 മാർക്സ് ആണ് മോൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഹാപ്പിയാ. 23 on 30. 7ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 7ാമത്തെ എപ്പിസോഡിൽ ആദ്യമായി വേദിയിലെത്തിയത് ഫോർട്ട് കൊച്ചിക്കാരിയായ +1 വിദ്യാർത്ഥിനി സെറിലിയ അന്നം ഡിക്കോസ്റ്റ് ആയിരുന്നു. മനസ്സാകുമോ സുഖമാക്കുവാൻ എന്ന ഗാനമാണ് മെലഡി റൗണ്ടിൽ സെറിലിയ മനോഹരമായി ആലപിച്ചത്. തന്റെ വ്യത്യസ്തമായ ശൈലിയിലും ഹൃദയസ്പർശിയായ ആലാപനത്തിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ പ്രത്യേക സ്ഥാനം നേടാൻ സെറിലിയയ്ക്ക് കഴിഞ്ഞു. മനസ്സാകുമോ വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗർ ആണ്. സെറിലിക്ക് ലഭിച്ചിരിക്കുന്നത് 26.5 മാർക്സ് ആണ്. അതും 30-ൽ നല്ല മാർക്കാണ്. പിന്നീട് വേദിയിലെത്തിയത് തൊടുപുഴ സ്വദേശിയും 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ കുര്യാക്കോസ് MBG ആയിരുന്നു. മനമുരുകി കരയുന്നോരെ എന്ന ഗാനത്തെ ഫാസ്റ്റ് സോങ് റൗണ്ടിലൂടെ അതിശയകരമായ ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി സ്വന്തമാക്കാൻ കുര്യാക്കോസിന് കഴിഞ്ഞു. മനമുരുകി കരയുന്നോരെ കരുണാ
സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിടു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി. താങ്ക് യു. 27 marks on 30. സന്തോഷായില്ലേ? വളരെയധികം പിന്നീട് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കാരിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ജാന മരിയ ആയിരുന്നു. കന്യാമറിയമേ തായെ എന്ന ഭക്തി നിറഞ്ഞ മരിയൻ ഗാനം ആലപിച്ച് സംഗീതത്തിലെ തന്റെ കഴിവുകൾ മനോഹരമായി തെളിയിക്കുവാൻ ജാനയ്ക്ക് കഴിഞ്ഞു. കന്യാമറിയമേ തായേ, ഇന്നാളും ആശ്രയം നീയേ. കഴൽ കൂപ്പിടുമിൻ അഴൽ നീക്കുക. മോള് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്. അത് ഈ പാട്ടിലൂടെ അതിന് കുറേ ആഡ്ലിപ്സും നമുക്ക് പാടാനായിട്ടുള്ള ഒരുപാട് പോർഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജാനയ്ക്ക് ഈ ഫസ്റ്റ് റൗണ്ടിലത്തെ ആദ്യത്തെ പെർഫോമൻസിന് തന്നെ ലഭിച്ചിരിക്കുന്നത് 24 മാർക്സ് ആണ് 30-ല്. സന്തോഷായില്ലേ? സന്തോഷം. 8ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 8ാമത്തെ എപ്പിസോഡിൽ ആദ്യമായി വേദിയിലെത്തിയത് വയനാട് ജില്ലയിലെ പെരിക്കല്ലൂർ സ്വദേശിനിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചലീന റംസി ആയിരുന്നു. മെലഡി റൗണ്ടിൽ അലിവായിനി എന്ന മനോഹര ഗാനം ഏഞ്ചലീന തന്റെ വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ ആലപിച്ചപ്പോൾ അത് പ്രേക്ഷകർക്ക് ഒരു പുതുമയാർന്ന സംഗീതാനുഭവമായി മാറി. അലിവായി നീ ആത്മാവിൽ നിറയുന്നുവോ, വിമോഹമിൻ വിഭജിയെ. ഒരുപാട് കഴിവുള്ള ഒരാളാണ് ഏഞ്ചലീന. ഏഞ്ചലീനയുടെ സിംഗിങ്ങിൽ അത് അറിയാനുണ്ട്. ഈ മെലഡി ഗാനത്തിന് ലഭിച്ചിരിക്കുന്നത് 24.5 മാർക്സ് ആണ്. സന്തോഷായല്ലോ? വളരെ സന്തോഷായി. പിന്നീട് വേദിയിലെത്തിയത് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇവാൻ മാർട്ടിൻ ആയിരുന്നു. അഗ്നിനാളമായി എന്ന ഗാനം ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ഇവാൻ അതീവ ഉത്സാഹത്തോടെയും ആത്മീയമായ നിറവോടെയും ആലപിച്ചപ്പോൾ വേദി മുഴുവൻ തന്നെ ആത്മീയതയുടെ നിറവിലായിരുന്നു. പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു അത്. അഗ്നിനാളമായി മാളിക മുറിയിൽ പറന്നിറങ്ങിയൊരാത്മാവേ, ശിഷ്യഗണത്തിന്മേൽ പ്രിയമാതാവിന്മേൽ. ഇവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റേജിൽ നിന്നിട്ട് വളരെ കൂളായിട്ടാണ് പാടുന്നത്. അത് വലിയൊരു ടാലന്റ് ആണ്. അത് ഇന്നത്തെ ഈ ഒരു പാട്ടിന് ഇവാന് ലഭിച്ചിരിക്കുന്നത് 19 മാർക്സ് ആണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. തൃശ്ശൂരിലെ ഒല്ലൂരിൽ നിന്നെത്തിയ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ലെന റോസ് ആയിരുന്നു വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ലെ മറ്റൊരു മത്സരാർത്ഥി. അമ്മേ മാതാവേ എന്ന മരിയൻ ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു ലെന റോസിന്റെ സംഗീതയാത്ര ഇവിടെ ആരംഭിച്ചത്. മാതാവിനോടുള്ള ആഴമായ ഭക്തിയിലും സ്നേഹത്തിലും ലയിച്ച് പാടുവാൻ ലെനയ്ക്ക് കഴിഞ്ഞു. അമ്മേ മാതാവേ, നിൻ നല്ലോരമ്മ നീയേ, വാത്സല്യം തൂകിടും സ്നേഹനിധിയാകും അമ്മേ. ലെന നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു പാട്ടില്. 21.5 മാർക്സ് ഓൺ 30 ആണ് ലെന റോസിന് ലഭിച്ചിരിക്കുന്നത്. ലെന ഹാപ്പി? ഹാപ്പി. 9ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 9ാമത്തെ എപ്പിസോഡിലെ ആദ്യ ഗാനവുമായി എത്തിയ മത്സരാർത്ഥി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ എരുമാടിൽ നിന്നും എത്തിയ +1 വിദ്യാർത്ഥിനിയായ ഏഞ്ചലീന സ്റ്റാലിൻ ആയിരുന്നു. മരിയൻ റൗണ്ടിൽ ഏഞ്ചലീന ഭക്തിസാന്ദ്രമായി ആലപിച്ച അമ്മേ അമ്മേ മാമരിയെ എന്ന ഗാനം പ്രേക്ഷകർക്ക് ഒരു ആത്മീയ അനുഭവമായി മാറി. ഗാനത്തിന്റെ ലാളിത്യവും ഭക്തി നിറഞ്ഞ അവതരണവും കാരണം ഏഞ്ചലീന ആലപിച്ച ഈ ഗാനം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ. എഞ്ചലിന നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. പാട്ടില് കുറച്ച് നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ആണ് 30-ല്. ഓക്കെ. പിന്നീട് ഗാനവുമായി എത്തിയത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കോടഞ്ചേരി സ്വദേശിയായ +1 വിദ്യാർത്ഥി ജോഷ ജോയ് ആയിരുന്നു. യഹോവ ഈരെ ഈരെ എന്ന ഫാസ്റ്റ് സോങ് റൗണ്ടിലെ ഗാനാലാപനത്തിലൂടെ ജോഷയുടെ ഉത്സാഹഭരിതമായ ആലാപനം പ്രേക്ഷകർക്ക് നൽകിയത് ഒരു പ്രത്യേക ദൈവികാനുഭവം തന്നെയായിരുന്നു. യഹോവ ഈരെ ഈരെ ഈരെ, യഹോവ ഈരെ ഈരെ ഈരെ, തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമാ. ജോഷ് പാടുന്നത് കേൾക്കാൻ ഇവിടെ നല്ല ഭംഗിയായിരുന്നു. 22.5 മാർക്സ് ഓൺ 30. സന്തോഷായോ? ജോഷു കുറെ പേടിച്ചു അല്ലേ? അടുത്തതായി വേദിയിലെത്തിയത് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടിന്റെ അഭിമാനമായ 8ാം ക്ലാസ്സുകാരി ഭവ്യ അജോ ആയിരുന്നു.
മെലഡി റൗണ്ടിൽ ഭവ്യ ആലപിച്ച കണ്ണീർ നിറഞ്ഞര എന്ന ഗാനമായിരുന്നു. ആലാപനത്തിലെ ഭക്തിഭാവവും ശുദ്ധമായ സ്വരലാളിത്യവും ഇവയെല്ലാം ചേർന്നപ്പോൾ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ഭക്തിസാന്ദ്രമാക്കാൻ ഭവ്യയ്ക്ക് കഴിഞ്ഞു. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ സക്രാരി മുന്നിലായി കൈകൾ വിരിച്ചു നിൻ. ഫീലിംഗ് അച്ഛൻ പറഞ്ഞ പോലെ നല്ല ഉൾക്കൊണ്ട് തന്നെ മോളുടെ ഈ ഏജിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 24.5 മാർക്സ് ആണ് ഭവ്യക്ക് 30 ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു മാർക്ക് തന്നെയാണ് ഭവ്യ. 10ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ മനോഹരമാക്കിയത് തൃശൂർ ജില്ലയിലെ കൊടകര സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി ആഗ്നസ് ജിജു ആയിരുന്നു. മെലഡി റൗണ്ടിലൂടെ ആഗ്നസ് ആലപിച്ച ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ എന്ന ദിവ്യകാരുണ്യ ഗാനം ആഗ്നസ് ആലപിച്ചപ്പോൾ അത് പുതിയൊരു ആത്മീയ അനുഭവമായി പ്രേക്ഷകർക്ക് മാറി. ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്പാവമേ. അഗ്നസ് നന്നായി പാടി, കൺഗ്രാറ്റുലേഷൻ. ആഗ്നസിന് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 21.5 മാർക്സ് ആണ് 30. പിന്നീട് ഗാനവുമായി എത്തിയത് ഇടുക്കി ജില്ലയിലെ അടിമാലി സ്വദേശിയായ 3ാം ക്ലാസ്സുകാരനായ ഡിയോൺ ലിജോ ആയിരുന്നു. ഫാസ്റ്റ് സോങ് റൗണ്ടിലൂടെ ഡിയോൺ ആലപിച്ച ആത്മാവേ അഗ്നിയായി നിറയണമേ എന്ന ഗാനം പ്രേക്ഷകർക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പോലൊരു ആത്മീയ അനുഭവം ഡിയോൺ സമ്മാനിച്ചു. ആത്മാവേ അഗ്നിയായി നിറയണമേ പാവത്തിൻ ശക്തി മേലിൻ അഗ്നിയായിക്കൂ രോഗത്തിൻ ശക്തി മേലിൻ അഗ്നിയായിക്കൂ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെ ഇറങ്ങി വരാതിരിക്കും? അത്ര ഒരു നിഷ്കളങ്കതയോടുകൂടി നിങ്ങൾ പാടുമ്പോ. അപ്പൊ മോനിപ്പോ ലഭിച്ചിരിക്കുന്നത് 23 മാർക്സ് ആണ് 30. അങ്കമാലി ജോസ്പുരം സ്വദേശിയും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ദീപ്തി മരിയ മാർട്ടിനായിരുന്നു പിന്നീട് എത്തിയത്. മരിയൻ റൗണ്ടിൽ നീ എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം എന്ന മാതാവിന്റെ ഗാനം ഹൃദയസ്പർശിക്കുന്ന മാധുര്യത്തോടെ ദീപ്തി ആലപിച്ചപ്പോൾ ഭക്തിയുടെ ആത്മീയതയും സംഗീതത്തിന്റെ മാധുര്യവും ഒരുമിച്ച് ചേർന്ന് വേദിയെ ഒരു പരിശുദ്ധ നിമിഷമാക്കി മാറ്റി. എന്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീ എന്നഭയമല്ലേ അമ്മേ നീ എന്നഭയമല്ലേ. എനിക്ക് ആ ഒരു വോയിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വോയിസ് ആണ്. മോൾക്ക് ലഭിച്ചിരിക്കുന്നത് 23.5 മാർക്സ് ആണ് 30. സന്തോഷായോ? സന്തോഷായി, ശരിക്കും സന്തോഷായി. 11ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 11ാമത്തെ എപ്പിസോഡിന്റെ ആദ്യ മത്സരാർത്ഥിയായി എത്തിയത് എറണാകുളം ജില്ലയിലെ അങ്കമാലി തുറവൂർ ദേവഗിരിക്കാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥി സാവിയോ ജോസ് ആയിരുന്നു. ഫാസ്റ്റ് സോങ് റൗണ്ടിൽ സാവിയോ ആലപിച്ച എന്റെ അടുത്ത് നിൽക്കാൻ യേശു ഉണ്ട് എന്ന ഗാനം പ്രത്യേകമായ ഗാനശൈലിയിൽ അവതരിപ്പിച്ച് വിധികർത്താക്കളുടെ പ്രശംസ നേടാൻ സാവിയോക്ക് കഴിഞ്ഞു. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരെ അവനണിയുന്നു മുൾമുടി. ഒരു സബ് ജൂനിയർ SP ബാലസുബ്രഹ്മണ്യം നിൽക്കുന്ന പോലെ തോന്നിയ. ഇപ്പൊ 26 ആയി പോയില്ലേ? പിന്നീട് എത്തിയത് കർണാടകയിലെ കൊല്ലൂർ മൂകാംബികയ്ക്ക് സമീപമുള്ള മുതൂർ എന്ന സ്ഥലത്ത് നിന്ന് 9ാം ക്ലാസ്സുകാരിയായ സാനിയ പുഞ്ചേക്കുന്നൽ ആയിരുന്നു. മെലഡി റൗണ്ടിൽ സാനിയ ആലപിച്ച ദിവ്യകാരുണ്യത്തിൻ ബലിവേദിയിൽ എന്ന ഗാനം സാനിയയുടെ സ്വരത്തിലൂടെ കേട്ടപ്പോൾ വിധികർത്താക്കൾ ഒന്നടങ്കം സാനിയയെ അഭിനന്ദിച്ചു. ഈ സീസണിലെ മികച്ച ഗായിക എന്ന പ്രശംസയും സാനിയയ്ക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. ദിവ്യകാരുണ്യത്തിൻ ബലിവേദിയിൽ നമ്മോട് കൂടി വസിക്കാൻ ഇന്നാത്മനാഥനാമീശോ ഈ പാവന കൂദാശ തന്നിൽ. എനിക്ക് തോന്നുന്ന മോളുടെ വോയിസ് ഇത്രയും പാട്ടുകാരുടെ പാടി കേട്ടപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് വോയിസസ് ഓഫ് ദ സീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പവർഫുൾ ശബ്ദം. അപ്പൊ 27 മാർക്സ് ആണ് മോൾക്ക് 30 ലഭിച്ചിരിക്കുന്നത്. ഭയങ്കര നല്ലൊരു മാർക്കാണ്. തുടർന്ന് വേദിയെ കീഴടക്കാൻ എത്തിയത് ആലപ്പുഴ കലവൂരിലെ 7ാം ക്ലാസ്സുകാരൻ ലിയോ ലാലിസൺ ആയിരുന്നു. ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ലിയോ ആലപിച്ച ഇല്ലിമുളം കാറ്റേറ്റു പാടി എന്ന ഗാനം പ്രേക്ഷക ഹൃദയങ്ങളെ പ്രാർത്ഥന നിർഭരമാക്കി. ഇല്ലിമുളം കാറ്റേറ്റു പാടി ഇല്ലായ്മ തീർക്കുവാൻ നാഥൻ വരുന്നേ ഇമ്പമായി അവനൊന്ന്
മോനിക്കുട്ടൻ പാടിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 20.5 മാർക്സ് ആണ് 30-ൽ മോന് ലഭിച്ചിരിക്കുന്നത്. 12ാമത്തെ എപ്പിസോഡിലെത്തിയത് 3 മത്സരാർത്ഥികളായിരുന്നു. 12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിനായി വേദിയിലെത്തിയത് എറണാകുളത്ത് നിന്നുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ കെവിൻ ജീവൻ. മെലഡി റൗണ്ടിൽ കെവിൻ തെരഞ്ഞെടുത്തത് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന മനോഹര ഗാനം ഹൃദയ കോവിലിൽ നിന്നു നാഥൻ വന്നിടുന്നേരം. കെവിന്റെ ശബ്ദമാധുര്യം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയപ്പോൾ അതൊരു അത്ഭുത സംഗീതാനുഭവം തന്നെയായിരുന്നു. ഹൃദയ കോവിലിന്നു നാഥൻ വന്നിടുന്നേരം ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. മോഹൻ വളരെ മനോഹരമായിട്ട് പാടി. ഇത് അത്ര എളുപ്പത്തിൽ പാടാവുന്നൊരു പാട്ടല്ല, നല്ല ഹെവി ലോഡാണത് ശരിക്കും. 27 മാർക്സ് 30-ൽ കിട്ടിയിട്ടുണ്ട്. വലിയ മാർക്കാണ് കിട്ടിയത്. സന്തോഷമായോ? പിന്നീട് വേദിയിലെത്തിയത് അങ്കമാലി മുക്കന്നൂരിലെ കോക്കുന്നിൽ നിന്നുള്ള 9ാം ക്ലാസ്സുകാരി ആൻമരിയ ജോയ് ആയിരുന്നു. ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ആൻമരിയ ആലപിച്ച കടലേഴും പാടിയത എന്ന ഗാനം നിരവധി വ്യത്യസ്തങ്ങളോടും പുതുമ നിറഞ്ഞ അവതരണത്തോടും കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച് എല്ലാവരുടെയും മനസ്സിൽ പ്രത്യേക ഇടം നേടാൻ ആൻമരിയയ്ക്ക് കഴിഞ്ഞു. കടലേഴും പാടിയതാ ദേവാധിദേവൻ പുരുഷാരം പാടിയതാ രാജാധിരാജൻ. ആൻമരിയ വളരെ ഭംഗിയായിട്ട് ഈ പാട്ട് പാടി. കാരണം ഈ ഒരു നല്ലൊരു സെലക്ഷൻ ആയിരുന്നു ഈ സോങ്. അപ്പോൾ 23.5 മാർക്സ് ആണ് ആൻമരിയയ്ക്ക് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ഹാപ്പി? ആദ്യ ഗാനവുമായി അവസാനം വേദിയിലേക്ക് എത്തിയത് തൃശൂർ ജില്ലയിലെ മാളയിൽ നിന്നും 9ാം ക്ലാസ്സുകാരനായ ആബേൽ ഡേവിസ് ആയിരുന്നു. മരിയൻ റൗണ്ടിൽ ജപമാല മുറുകെ പിടിച്ചുകൊണ്ട് ആബേൽ ആലപിച്ച അമ്മയെ അറിയാം എന്ന ഗാനം പ്രേക്ഷകരുടെ മനസ്സിൽ ഭക്തിസാന്ദ്രമായ അനുഭവം സൃഷ്ടിക്കാൻ ആബേലിന് കഴിഞ്ഞു. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. പാട്ടിന് വേണ്ടുന്ന ഒരു നല്ല വോയിസ് ആയിട്ട് തോന്നി. നല്ല ഇൻവോൾവ് ചെയ്ത് മോൻ അതുകൊണ്ട് പാടാൻ പറ്റി. 25.5 മാർക്സ് ഓൺ 30. സന്തോഷായി. ഇതിനോടകം തന്നെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 മ്യൂസിക് റിയാലിറ്റി ഷോ പ്രേക്ഷക മനസ്സുകളിൽ ഒരു പുതിയ സ്ഥാനം നേടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ വീഡിയോസ് ട്രെൻഡിംഗ് ആകുന്നത് അതിന്റെ തെളിവാണ്. ഇതുവരെ സപ്പോർട്ട് നൽകി കൂടെ ഉണ്ടായ എല്ലാ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി വരുന്ന റൗണ്ടുകളിലും നമ്മുടെ മത്സരാർത്ഥികൾക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാവുക. നന്ദി.